ആകാശേ, നമുക്ക് ഈ വൃദ്ധസ്ഥാനത്തിലേ നമുക്ക് ഫുഡ് കൊണ്ട് കൊടുത്താലോടാ? എന്താ നിന്റെ അഭിപ്രായം? എന്താ അളിയാ, അതൊന്നും നടക്കുന്ന കേസല്ലേ. എനിക്ക് അതിനൊന്നും ഒരു താല്പര്യം. നിനക്കറിയാലേ, അതൊന്നും നടക്കത്തില്ല. നമ്മളിപ്പോൾ എന്തേരി ചുമ്മാ പൈസ കൊണ്ട് കളയുന്ന പോലെ ആയിപ്പോൾ. വേണ്ട, അതൊന്നും വേണ്ട. നീ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വേറെ പരിപാടി. അളിയാ, അങ്ങനെയല്ലടാ. നമ്മൾ ബിഷപ്പ് എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നീ എൻ്റെ കൂടെ ഈ ഒരു വട്ടം നീ വന്നു നോക്കും. നമ്മളാ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ എങ്ങനെയാണ് അവരുടെ സ്നേഹം എന്നുള്ളത് നീ അവിടെ വന്ന് അവർക്ക് ആഹാരം കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ സ്നേഹം മനസ്സിലാവുന്നത്. ഇത് സമ്മതിക്കത്തില്ല. ആകാശം അവിടെ കിടന്ന് ചുറ്റി കളിക്കുക. വാടാ, നീ ഈ പ്രാവശ്യം ഒന്ന് വന്ന് നോക്കുക. നീ ഒരു പ്രാവശ്യം നീ ഒന്ന് വന്ന് നോക്കുക. അപ്പം നിനക്ക് മനസ്സിലാവും ഇവിടുത്തെ ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത്. എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാണ്. ഇത്രയും വിളിക്കുന്നില്ലേ, പെട്ടെന്ന് കയറിയിട്ട് പോവാം. ബർത്ത്ഡേക്ക് എനിക്ക് ക്ഷണമുണ്ടായിരുന്നു. ഞാൻ പോയി, ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പൂർവ്വസ്ഥലം കണ്ണൂർ ജില്ലയിലെ വടക്കേറ്റം കരുവള്ളൂർ. കരുവള്ളൂർ ഇംബുലാൻസ് ഉണ്ടാവായി. പിന്നെ ഇപ്പോൾ വന്നത് വേറെ ആനപ്പാറ പെണ്ണൂടി. അത് ഫോട്ടോയെടുക്കാൻ വന്നപ്പോൾ മൂപ്പത് പിടിച്ചത് നിങ്ങൾ മുഴുത്തായ വരെ ഒരുപോലെ പറയും അങ്ങനെയാണ് ഗവർണറായിട്ട് ഞാൻ ഇപ്പൊ നീ എൻ്റെ കൂടെ വന്നല്ലേ അവിടെ വൃദ്ധസ്ഥാനത്തിൽ വന്ന് അവരോട് അമ്മയുടെയും അച്ഛമ്മൻ്റെയൊക്കെ അനുഭവങ്ങളും എല്ലാം നിനക്ക് മനസ്സിലായി. ഓക്കെ, നീ ഇപ്പോൾ വന്നിട്ട് നിനക്ക് എന്താണ് നിനക്ക് തോന്നിയത്? എന്താണ് നിന്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നിനക്കിപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് തോന്നിയൊരു കാര്യം നീ പറഞ്ഞേ. ചേട്ടാ, എനിക്ക് അവിടെ വരുന്ന വരെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ലെന്ന്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം എന്തോ അച്ഛനും അമ്മമാരെയും കൂടെയൊക്കെ നിന്നപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷവും. എന്തായാലും എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ ഇതുപോലെ കൊണ്ടാക്കത്തില്ല. ഇനി ആരും ഇതുപോലെ കൊണ്ടാക്കാതിരിക്കട്ടെ ഏട്ടാ.